ആസിഫ് അലി. ആസിഫ് ഐ തിങ്ക് ഇസ് എ പ്രാങ്സ്റ്റർ. പുള്ളി ഫുൾ എനർജി ഓൾ ദ ടൈം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഇവന്റ്ഫുൾ ആയിരിക്കും. പുള്ളി ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല. അങ്ങനെയായിരിക്കും. എന്തെങ്കിലും ഒരു പ്രാങ്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ഏതോ ദീപാവലിയുടെ അന്നെങ്ങാണ്ട് ആസിഫിന് ആക്ച്വലി ഷോട്ട് ഇല്ല. കുറച്ചേരം കഴിഞ്ഞപ്പോ ഷോട്ടിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പടക്കമൊക്കെ പൊട്ടുന്നത് ഞാനിവിടെ വന്നോ എന്ന് പറഞ്ഞ് ഫുൾ പടക്കമൊക്കെ പൊട്ടിച്ചത് തന്നെ ഈ ലെഫ്റ്റ്. വിജയ് സേതുപതി ഭയങ്കര സ്നേഹമാണ് പുള്ളി എല്ലാവരോടും. ഭയങ്കര ഈസ് വെരി അഫെക്ഷനേറ്റ് ഇൻ ജനറൽ. ആ പുള്ളി ആ ഒരു ഡൗൺ ടു എർത്ത് അങ്ങനെ ഒരു സാധനമുണ്ട്. ഇൻഫാക്ട് ഐ ലേൺ സംതിങ് ഫ്രം ഹിം. നമ്മളൊരു ഒരു രാത്രി 11:30 എങ്ങാണ്ട് വരെ ഷൂട്ട് ചെയ്ത് അടുത്ത് ഒരു ഭയങ്കര അവശത. ആൻഡ് ദെൻ നമ്മൾ ഇവിടുന്ന് വേറെ മദ്രാസിന് അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ അവിടെ ഷൂട്ട് ചെയ്യണം. അപ്പം പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു 100-200 ഫാൻസ് വന്നു. നമ്മൾ ഇറങ്ങി വണ്ടി കയറി ഇങ്ങനെ പോകുന്നു. അപ്പോൾ വി കൻ സീ പീപ്പിൾ ഗ്യാതറിങ്. അങ്ങനെ പെട്ടെന്ന് പുള്ളി ഇറങ്ങി നല്ല മടുത്തിരിക്കുക. പുള്ളി വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടുപോയി ഓരോരുത്തരുടെയും കൂടെ സെൽഫി എടുത്തിട്ട് വിട്ട് 2:30-3 മണി വരെ. മഡോണ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? ഞാൻ അവിടുന്ന് അത് പഠിച്ചേ അങ്ങനെ ചെയ്യണം എന്ന്. മേ ബി 200 പേർക്ക് സെൽഫി കൊടുത്തില്ലെങ്കിലും മറ്റേ ആ സെൽഫിയോടുള്ള ബുദ്ധിമുട്ട് മാറ്റിയത്. ഇഫ് ഹി ക്യാൻ ഡു ദാറ്റ് ദെൻ വി ഷുഡ് ബി എ ലിറ്റിൽ അത് കാം ഡൗൺ ആൻഡ് ഡു ദാറ്റ് ഫോർ ദം എന്നുള്ളൊരു സാധനം അത് അവിടുന്നാ പഠിച്ചേ. ധനുഷിന്റെ കൂടെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം വാസ് വെരി വെരി നൈസ്. അതെവിടെയായിരുന്നു? രാംനാഥപുരം. അവിടെ വി ഷോട്ട് ഫോർ അബൌട്ട് 10 days അങ്ങനെ എന്തോ. പക്ഷെ ഫുൾ ടൈം ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. ധനുഷിന്റെ ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഹി മെയ്ഡ് മീ സിറ്റ് ഓൺ എ ട്രാക്ക് ഫോർ 3 hours. പുള്ളി ഡയറക്ടറും ആയിരുന്നു ആ സിനിമയുടെ. സോ അന്ന് നമ്മൾ ഈ ഒരു സൂപ്പർ മൂൺ ഉള്ള ദിവസമാണ്. ഈ സൂപ്പർ മൂൺ ക്യാച്ച് ചെയ്യണം. പക്ഷെ അന്ന് സൂപ്പർ മൂൺ വരുന്നില്ല. എന്നിട്ട് നമ്മളൊരു വലിയൊരു ട്രാക്ക് ഇട്ടിട്ട് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ ഓട് കിടക്കുക. ഓടിന്റെ പുറത്തിങ്ങനെ ഇരിക്കുന്നതായിട്ട് ഒരു ഷോട്ടാണ്, ഒറ്റ ഷോട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് തന്നെ ഒരു ട്രാക്കിന്റെ ഒരു ട്രോളി മറ്റേ ഒരു വോട്ട് ടു കോൾ ഇറ്റ് മറ്റേ JCBയുടെ അറ്റത്ത് വെക്കുന്ന ഒരു വലിയ സാധനത്തിന്റെ മുകളിൽ കയറ്റി എന്നെ അവിടെ ഇരുത്തി 3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, ഇങ്ങനെ ഇരുന്നു. എന്നെ കെട്ടി വെച്ചേക്കാ കയറിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടറോട് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എങ്ങനെ ഇരുന്നു ഇത്രയും നേരം അവിടെ നിന്ന്. എന്നെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. മഡോണ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് ഏതാ? എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്. ആ പാട്ട് ഒരു ബന്ധമില്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇപ്പൊ അതാണ് പാടുന്നത്. അതെ, ഇങ്ങനെ പാട്ടൊന്ന് പാടും. ആ പാട്ട് അങ്ങനെ പാടാൻ പറ്റില്ല, നോക്കാം. വാർക്കുഴലിൻ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാ ആശകളിൽ തീനലയായി തിന്നി തിന്നി എൻ്റെ ഉള്ളും പാടുകയായി